രണ്ട് ടീമുകളും അവരവരുടെ കോർട്ടിൽ കയറേണ്ടതാണ്. അല്ല, അത് ആദ്യം ടോസ് ആണ്. ടീം ലീഡർമാർ വന്ന് ടോസിൽ പങ്കെടുക്കുക. എല്ലാരും നല്ല പിടിക്കേണ്ട അവിടെ. എന്തൊരു പിടി പിടിച്ചത്? എന്തിനടേ? ഞാൻ ചെയ്യാം. ഹെഡ് അതൊക്കെ ഞാൻ വിളിക്കാം, മിണ്ടിപ്പോരുത്. ഹെഡ് ടൈല് ടൈല് അല്ല സാറേ, കണ്ട ഹെഡ് ഹെഡ് തന്നെ സാറേ. ടീം എക്കാണ് ഹെഡ് വീണത്. ടോസ് ടീം എക്ക് അനുകൂലമായിട്ടാണ് വീണിരിക്കുന്നത്. ഡിഫൻഡർ ടീം ബി. അങ്ങനെ ഒന്ന് ഔട്ടായി. മാറി മാറി. ഇനി കളി ആരംഭിക്കണമെങ്കിൽ ബി ടീമിൽ ഒരാൾ കൂടി വേണം. റഫറിയായി നിൽക്കുന്ന ശിവദാസൻ ബി ടീമിൽ അംഗമായാലേ ഇനി കളി നടക്കുകയുള്ളൂ. സാറേ, എനിക്ക് കളി അറിഞ്ഞൂടാ സാറേ. അതൊന്നും പറഞ്ഞാൽ ചേട്ടാ, ശരിക്കും കളി അറിഞ്ഞൂടാ. ഇറങ്ങണം. റഫറിയായി ജയിൽ വാർഡൻ രമേശിനെ ക്ഷണിച്ചോളുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ജയരാമന്റെ കൊമ്പൊടിക്കാൻ ഇവിടെ ഇപ്പൊ ഒരു പിടിയാനേ ഉള്ളൂ. കുഞ്ഞോളെ, ചിലതൊക്കെ തുടങ്ങി വെക്കാനുള്ള സമയമായി. കുഞ്ഞോട് ചെല്ല്, പുറകെ ഞാനും വരാം. ഇനി പൂജ തുടങ്ങാം. ഇതെന്ത് പൂജയാ മുത്തശ്ശി? ശാന്തി പൂജ. ശരിക്കും പറഞ്ഞ ആത്മശാന്തി പൂജ. സാറേ, ഇനി വിളക്ക് തെളിയിക്കണ്ടേ? അതെ, വിളക്ക് തെളിയിക്കണം. കുടുംബത്തിലെ ഗ്രഹനാഥയാണ് വിളക്ക് തെളിയിക്കേണ്ടത്. അതിന് രമേശ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. ജയരാമ, നീ രമയെ വിളിച്ചില്ലേ? ഞാൻ പോയി വിളിച്ചതാമേ, വരുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി വീടിന്റെ ഗ്രഹനാഥയാണല്ലോ. അപ്പോ മുത്തശ്ശി വിളക്ക് തെളിയിച്ചാ മതി. എന്താ, ശരിയല്ലേ? അതെങ്ങനെയാ മഹി ശരിയാവുന്നേ? അടുത്ത ആത്മശാന്തി പൂജ നടത്താൻ ഊഴം കാത്തിരിക്കുന്ന ആളെ കൊണ്ടാണോ വിളക്ക് തെളിയിക്കേണ്ടത്? മുത്തശ്ശി അല്ലെങ്കിൽ പിന്നെ ആരാ വിളക്ക് തെളിയിക്കുന്നേ? ഇത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമോ ചന്ദ്രൻ പൂർണ്ണമായി മറയുന്ന ദിവസമോ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ പൂജ. അമാവാസി ദിവസം തന്നെയാണ് തമ്പുരാനും തമ്പുരാട്ടിക്കും അകാല മൃത്യു സംഭവിച്ചത്. ചിട്ടയോടുകൂടി കർമ്മം നടത്തണം. നിലവിളക്ക് ചന്ദ്രനിലേക്ക് തെളിയിക്കട്ടെ.
അതെങ്ങനെ ശരിയാവും? അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. ചന്ദ്രാമ്മ വിളക്ക് തെളിയിക്കും. ചന്ദ്രമ്മേ കത്തിക്ക്. നീ ആരടി എനിക്ക് പകരം നിൽക്കാൻ? തമ്പുരാനും തമ്പുരാട്ടിക്കും ആത്മശാന്തി പൂജ. ആദ്യം വീട്ടിലുള്ളവരുടെ മനസ്സിന് ശാന്തി കൊടുക്കണം. എന്നിട്ട് മതി ചത്തും മണ്ണടിഞ്ഞവർക്ക്. ഒരു തമ്പുരാനും തമ്പുരാട്ടിയും.